അപ്പം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള, അപ്പം ഇങ്ങനെയുള്ള ഏജൻസികളെയൊന്നും വിശ്വാസമില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പം അത് ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന് രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം പിന്നെ UDF എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായി ഇതിനകത്ത് മുതലെടുപ്പുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ CBIനെ ഇപ്പം EDയുടെ വരവൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ED എങ്ങനെയാണ്, എന്തിനാണ് രാജേഷ് ചിറപ്പാട് അതിലേക്കൊക്കെ ഇതിനെ വലിച്ചു കെട്ടുന്നത്? ഈ കുടുംബത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതവർ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല, അവരുടെ ഏതെങ്കിലും വൈകാരികമായ ഒരു പ്രതികരണമല്ല. അവർ 30-ലധികം വീഴ്ചകൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്ക് സംശയങ്ങളുണ്ട്, അതിൽ മറുപടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അക്കാര്യങ്ങളിൽ പുനരന്വേഷണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നതല്ല. അല്ല, ഇതിൻ്റെ അത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. അല്ല, CBI അന്വേഷണം ഏത് ഏജൻസികളുണ്ട് അന്വേഷിക്കണമെന്നൊക്കെ ആർക്കും ആവശ്യപ്പെടാം. അപ്പോൾ അവർക്ക് ഈ അന്വേഷണം തൃപ്തികരമല്ലെന്നൊക്കെ പറയാം. അതിലൊന്നും നമ്മൾ ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ രീതിയിൽ ഇടപെടേണ്ടി വരുന്നത്. അല്ലാതെ ആ കുടുംബത്തോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന സഖാവ് അല്ലെങ്കിൽ പിന്നെ PP ദിവ്യയാണ് ഇതിൻ്റെ അകത്ത് ഏക പ്രതിയായിട്ട് വരുന്നിരിക്കുന്നത്. അവരേതെങ്കിലും തരത്തിലൊരു ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതായിട്ട് ഏതെങ്കിലും എനിക്കറിയാൻ മേല. അപ്പോൾ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് പരിധി വരെ അത് പോകും? ഒരുപക്ഷെ അത് ഗുണകരമായിട്ട് വരാനാണ് ഒരുപക്ഷെ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഗുണകരമായിട്ട് അതെ, PP ദിവ്യക്ക് ഗുണകരമായിട്ട് വരും താങ്കൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട കാര്യമില്ലല്ലോ, ഇരവാദം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു അന്വേഷണത്തിന് ഉത്തരവ് വിടുമ്പോൾ തന്നെ എന്തിനാണ് ഈ ഭയപ്പാട് CPM-ന്? ആര് ഭയക്കുന്നു? ഭയപ്പാടിന്റെ ഭാഷയിലല്ലോ സംസാരിച്ചത്. CBI അവസാന വാക്കല്ലെന്നല്ലേ MP ജയരാജൻ പറഞ്ഞത്. CBI ഒന്നും അവസാന വാക്കല്ല. മാത്രമല്ല ED CBI പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിന്നെ CBI ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളല്ല എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടി ഉള്ള ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആ ഒരു ആശങ്ക പങ്കുവെച്ചതാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. ഇതിന് എന്ത് ചെയ്യുന്നു? UDF-ഉം കൂട്ടി നിൽക്കുന്നു. UDF-ന് വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാമല്ലോ. അതിന് ക്രൈംബ്രാഞ്ച് എന്നാ മോശമാണോ? കേരളത്തിലെ ക്രൈംബ്രാഞ്ച് മോശമാണോ? ആ കുടുംബത്തിന്റെ വികാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അവർ ക്ഷമയോടുകൂടി കാത്തിരുന്നു. പക്ഷേ ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പല വീഴ്ചകളും. ആരുടെയാണ് ഈ വിവാദമായ പെട്രോൾ പമ്പ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ആരാണ് ആ യഥാർത്ഥ ഉടമ എന്ന കാര്യത്തിൽ? ഇല്ലല്ലോ.